നമസ്കാരം. പ്രധാന വാർത്തകൾ. പാറശാല SHO അനിൽകുമാറിന് സസ്പെൻഷൻ. കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പാറശാല SHO P അനിൽകുമാറിന് സസ്പെൻഷൻ. ബംഗളൂരുവിലായിരുന്ന CI P അനിൽകുമാർ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നതായാണ് വിവരം. വയോധികനെ ഇടിച്ചു കൊലപ്പെടുത്തിയ കാർ ഓടിച്ചത് പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് SHO P അനിൽകുമാറിന്റെ കാർ കസ്റ്റഡിയിലെടുത്തിരുന്നു. SHOയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് മരിച്ച ചേണിക്കുഴി സ്വദേശി രാജന്റെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് മറിഞ്ഞ അപകടം. ഡ്രൈവർ അടക്കം 24 പേർക്ക് പരിക്ക്. കൊല്ലം നിലമേൽ വേക്കലിലാണ് അപകടം നടന്നത്. ഡ്രൈവർ അടക്കം 24 പേർക്ക് പരിക്കേറ്റു. കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 22 വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. പരിക്കേറ്റ കുട്ടികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. കൊല്ലത്ത് കിണറ്റിൽ വീണ് 3 വയസ്സുകാരന് ദാരുണാന്ത്യം. കൊട്ടാരക്കര വിലങ്ങറ പിണറ്റിൻമുട്ടിലാണ് സംഭവം. ബൈജു ധന്യ ദമ്പതികളുടെ മകൻ ദിലിനാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി കുട്ടിയെ പുറത്തെടുത്തെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ. കാസർഗോഡ് കരിന്തളം വടക്കേ പുലിയന്നൂരിൽ യുവതിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കേ പുലിയന്നൂരിലെ വിജയന്റെ ഭാര്യ സവിതയാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. ഞാൻ വരാം എന്ന വാട്സപ്പ് സ്റ്റാറ്റസിന് പിന്നാലെയാണ് യുവതിയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് വീട്ടിൽ തീപിടുത്തമുണ്ടായത്. മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാർ തടഞ്ഞ SFI. MLA ഹോസ്റ്റലിൽ നിന്ന് നിയമസഭാ മന്ദിരത്തിലേക്ക് തിരിച്ചു പോകുന്നതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാർ തടഞ്ഞ SFI. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാർ തടഞ്ഞ് SFI പ്രവർത്തകരുടെ പ്രതിഷേധം. നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത MLA ഹോസ്റ്റലിലെത്തിയ ശേഷം വീണ്ടും തിരിച്ച് നിയമസഭാ മന്ദിരത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന വാഹനം തടഞ്ഞത്. ഏറെ നേരം പ്രതിഷേധം തുടർന്നു. പ്രതിഷേധിക്കുമ്പോഴും രാഹുൽ കാറിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. തുടർന്ന് പോലീസ് എത്തി SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു.